ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ദൈവനാമം ഔത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹികമായ നല്ല ദിവസത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാത ജാഗരണത്തിനായി എടുത്തിരിക്കുന്നതായ ഭാഗം എന്ന് പറയപ്പെടുന്നത് വിടവ് നികത്തുക എന്നതാകുന്നു. റോമലേഖനം 16-17 വാക്യത്തിൽ ഇങ്ങനെ പറയപ്പെടുന്നു: സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നോ മാറുവിൻ. ഈ വചനങ്ങൾ ദൈവം നമ്മെ ഓരോരുത്തരും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 1929 ജൂൺ മാസം ആരംഭിക്കുകയും 6 മാസം കൊണ്ട് പൂർത്തീകരിക്കുകയും ചെയ്തതായ ഒരു വലിയൊരു പാലം അമേരിക്കൻ ഐക്യനാടുകളിൽ നമുക്ക് ദൃശ്യമാകും. ആ പാലത്തിൻ്റെ പേരാണ് റോയൽ ഗോർജ് എന്ന് പറയുന്ന പാലം. ഇത് 1260 അടി നീളമുണ്ട്. ആയതുപോലെ അർക്കൻസാസ് നദിക്ക് കുറുകെയാകുന്നു ഈ പാലം പണിതിരിക്കുന്നത്. നദിക്ക് ഏകദേശം 955 അടി ആഴം കാണാൻ സാധിക്കുന്നു. ഈ പാലം പണിയിപ്പിച്ചത് ജോൺ പി പൈപ്പറിന്റെ ആശയത്തിൻ പ്രകാരമാകുന്നു. 2 മലകളെ കൂട്ടിമുട്ടിക്കുന്നതായ ഒരു മഹനീയമായ, ശ്രേഷ്ഠമായ, ശ്രദ്ധേയമായിരിക്കുന്നതായ ഒരു പാലമാകുന്നു ഇത്. കോളറോഡോയിലെ ഏറ്റവും ആഴമേറിയ ആർക്കൻസ് നദിയുടെ മലയിടുക്കുകളിലൂടെയാകുന്നു ഈ പാലം കടന്നു പോകുന്നത്. ആർക്കൻസാസ് നദിയുടെ ഗ്രാൻഡ് കനോൺ എന്നാണ് ഈ മലയിടുക്കുകളെ അറിയപ്പെടുന്നത്. പരമാവധി ആഴം 1250 അടിയാണ്. നദിക്കരയിൽ കരിങ്കലിൽ കൊത്തിയതായ തോടുകളെ നമുക്ക് കാണാൻ സാധിക്കും. തോടിന്റെ അടിഭാഗത്ത് 50 അടി വീതി മാത്രമേ ഉള്ളൂ എങ്കിലും അതിന്റെ മുകൾ ഭാഗം 300 അടി വീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2013 ജൂൺ 11 ഈ പ്രദേശത്ത് കാട്ടുതീ പടർന്നു പിടിച്ചു. ഏതാണ്ട് 48 കെട്ടിടങ്ങൾ കത്തി നശിച്ചു പോവുകയും ചെയ്തു. പാലത്തിന്റെ പല ഭാഗങ്ങളിലും അതിൻ്റെതായ പലകൾക്ക് കേടുപാട് സംഭവിച്ചത് കാണാൻ സാധിക്കുന്നു. നമ്മെ ഓർമ്മപ്പെടുന്നത് ജനങ്ങളിലെ ഏറ്റവും ആഴമേറിയതായ ചില ഇടുക്കു വഴികളെ, സഭാ അംഗങ്ങളെ ഭിന്നിപ്പിക്കുവാൻ, അവരിൽ അനൈക്യമുണ്ടാക്കുവാൻ ഇടയായി തീരുന്നു എന്നതാണ്. ഈ അകൽച്ച ഉളവാക്കുന്നതായ സ്വഭാവ വൈകല്യങ്ങൾ നമ്മളിൽ നിന്നും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സഹായത്തോടുകൂടെ പറിച്ചു മാറ്റേണ്ടിയിരിക്കുന്നുണ്ട്. അഹങ്കാരം, ചില ശ്രേഷ്ഠതകൾ, ഉന്നത ഭാവം, മുൻവിധി, തെറ്റായ കണ്ടെത്തുകൾ, നിരൂപണങ്ങൾ എന്നീ മനോഭാവങ്ങളാകുന്നു സഭാജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ സഹവിശ്വാസികളുടെ ഇടയിൽ അനായിക്യത ഉണ്ടാക്കുകയും അത് വലിയ അകൽച്ചയ്ക്ക് മുഖാന്തരമാക്കി തീരുകയും ചെയ്യുന്നത്. 1 കൊരിന്ത്യർ 1:10 ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്: സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയുന്ന കാര്യമാണ്. നാം എല്ലാവരും ദൈവിക സ്നേഹത്തിൽ, കർത്താവിൻ്റെതായ ആ കരുണയിൽ, ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നാം ഒന്ന് തന്നെ ചിന്തിക്കുകയും ഒന്ന് തന്നെ പറയുകയും ഒന്ന് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന്, ആ ഏക മനോഭാവത്തിലായിരിക്കണമെന്നാണ് അപ്പോസ്തലൻ പൗലോസിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഇന്ന് വിളിച്ച് അറിയിക്കുന്നത്. നമുക്കതിന് കഴിയുന്നുണ്ടോ എന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഗലാത്യയിലെ സഭ വിഭജനത്തിന്റെ പിളർപ്പിലേക്ക് വന്നപ്പോൾ പൗലോസ് വിശ്വാസികളെ ഉപദേശിച്ചത് ഇങ്ങനെയാണ്. ഗലാത്യ ലേഖനം 5-16 വാക്യത്തിൽ: ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ആത്മാവിൽ അനുസരിച്ച് നടക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ
നിങ്ങളിൽ ഉണ്ടാകണം. അങ്ങനെ ആകുന്നുവെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ നിങ്ങളെ എന്ത് ചെയ്യില്ല, ശിഥിലമാക്കുകയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മോട് അറിയിക്കുന്നുണ്ട്. അതുപോലെ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയ ജയങ്ങൾ. ഈ വക നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കണം. അത് ഒരു ദിവസം കൊണ്ട് പരിപൂർണതയിലെത്തുവാൻ കഴിയുന്നതല്ല. പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക, ദൈവത്തിൻ്റെ വചനങ്ങൾ. എന്നിലെ കുറവ് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഞാൻ മുഖാന്തരം എൻ്റെ സഭയിലെ വിശ്വാസികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ളതായ വേദനാജനകമാകുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വസിക്കുന്ന സ്ഥലത്ത്, എൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു ക്രിസ്തീയ പൈതൽ എന്ന നിലയിൽ എൻ്റെ ജീവിതം അവർക്ക് സ്വീകാര്യമല്ലാതായി തീരുന്നതായ ഏതെങ്കിലും ജീവിത രീതികളോ സംസാരങ്ങളോ ഉണ്ടെങ്കിൽ അവയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവ മാറ്റുവാൻ നാം തയ്യാറാകണം. ഗലാത്യ ലേഖനത്തിലെ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ ഉണ്ടാകണമെന്നാണ് ദൈവത്തിൻ്റെ വേദം എന്ത് ചെയ്യുക ഓർമ്മപ്പെടുത്തുന്നത്. നമ്മെ ദൈവത്തിൽ നിന്നും അന്യോന്യം വേർതിരിക്കുന്നതായ പാപത്തിൻ്റെതായ അംശങ്ങൾ ലവലേശം പോലും നമ്മുടെ ചിന്തകൾ, നമ്മുടെ നിലവിൽ ഉണ്ടാകാൻ പാടില്ല. ഈ അകൽച്ചകളെ മാറ്റി അതിനെ കൂട്ടിയിണക്കുന്നതാണ് കർത്താവിൻ്റെ ക്രൂശീകരണം. ആ ക്രൂശ് അത് വ്യക്തിബന്ധങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന, ആത്മാവിൽ ഒരുമിച്ച് ചേർക്കുന്ന, സ്നേഹത്തിൽ, ദൈവിക കരുതലിൽ ഒരുമിച്ച് ചേർക്കുന്നതാകുന്നു ആ കർത്താവിൻ്റെ ക്രൂശ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവൻ്റെ സ്നേഹം എല്ലായിടത്തും എത്തുകയും എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരനെ പോലെയും പരിപാലിക്കുകയും ചെയ്യുന്നു. മത്തായി സുവിശേഷം 25:40 പറയപ്പെടുന്നത് എന്ത് ചെയ്യുന്ന, ഏറ്റവും എളിയവൻ, ഏറ്റവും ചെറിയ, നിങ്ങളുടെ ദൃഷ്ടിയിൽ ഏറ്റവും ചെറിയവൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്കായി ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട്. നമ്മെ ഒരു കാരണങ്ങളും ഒരു ഉപദേശങ്ങളും ഒരു ചിന്തകളും ഭിന്നിപ്പിക്കുവാനോ തെറ്റായ മാർഗം നയിക്കപ്പെടുവാൻ ഇടയാകാതെ ലൗകികതയുടേതായ എല്ലാ ബലഹീനതകളും ദൂരീകരിച്ച് വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വിടവുകളെ മാറ്റപ്പെട്ടിട്ട് ദൈവിക സ്നേഹത്തിൽ ഒരുമിച്ച് കൈകോർത്ത് ഒരുമിച്ച് ചേർന്ന് ആ കർത്താവിനെ മാത്രം നോക്കി നമുക്ക് മുമ്പോട്ട് നീങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, ആശ്വസിപ്പിക്കുമാറാകട്ടെ. ആമേൻ.